ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു വർഷം 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഗവൺമെൻറ് ജോലിയിൽ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സുവർണാവസരമാണ്. കാരണം ഒട്ടനവധി നോട്ടിഫിക്കേഷനുകൾ കണ്ടോ, ഈ എല്ലാ നോട്ടിഫിക്കേഷനുകളും വിളിച്ചതാണ്. ഇതിൽ പലരും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. കണ്ടോ, ആദ്യം നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതിൻ്റെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ഓൾറെഡി PSC അനൗൺസ് ചെയ്തതാണ്. ജൂലൈ സെപ്റ്റംബർ എന്നീ മാസങ്ങൾക്കിടയിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാം നടക്കും. അതേപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അല്ലേ, അതിൻ്റെ എക്സാം ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റും ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിൽ അതിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, അതും ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലായിട്ട് നമ്മുടെ അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. ഡ്രൈവർ കം OA ഓഫീസ് അറ്റൻഡൻറ്റ് ഓഗസ്റ്റ് ഒക്ടോബർ ഒക്കെ ടൈമുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ സമയത്തിനുള്ളിലാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. ഡ്രൈവർ കം OA LMV അല്ലേ, അതിൻ്റെയും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ നടക്കുന്നു. ഫോറസ്റ്റ് ഡ്രൈവർ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ നടക്കുന്നു അല്ലേ. അതേപോലെ ഡ്രൈവർ കം OA എക്സ് സർവീസ് HDV അത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിലായിട്ട് നടക്കുന്നു. ഡ്രൈവർ കം ഗ്രേഡ് 2 ഡ്രൈവർ കം OA ഗ്രേഡ് 2 അത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ നടക്കുന്നു. ഡ്രൈവർ ഗ്രേഡ് 2 ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ നടക്കുന്നു. അപ്പം ഇത്രയും ഒട്ടനവധി നോട്ടിഫിക്കേഷനുകൾ, ഏകദേശം 9 നോട്ടിഫിക്കേഷനുകളാണ് ഡ്രൈവിംഗ് മേഖലയിൽ മാത്രം PSC വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിലെല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ അതിലാണ് എങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് 30 മാർക്കിനാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ കം OA അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് 50 മാർക്കിലാണ്. പോലീസ് ഡ്രൈവർ 30 മാർക്ക് ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സും 20 മാർക്ക് പോലീസുമായിട്ട് റിലേറ്റ് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അല്ലെ, BNSS ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അങ്ങനെ 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രം. ഇങ്ങോട്ടാണെങ്കിൽ 50 മാർക്ക് ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രം ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എക്സാമുകൾക്കെല്ലാം ഒരു കോർ ഏരിയ ഉണ്ട്. ഈ പറഞ്ഞ ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് 50 മാർക്ക് അടുത്ത് അല്ലെങ്കിൽ 30 മാർക്ക് അടുത്ത് ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് മാത്രമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യങ്ങളാണ്, പഠിച്ചു തീർക്കാവുന്ന സിലബസാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കുകളാണ് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം 50% നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്കോറിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ കം OAയിലേക്ക് വരുമ്പോൾ 50 മാർക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 10 മാർക്ക് ബയോളജി, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം അതിൽ നിന്ന് വരുന്നുണ്ട്. ബാക്കി 40 മാർക്കാണ് നമ്മുടെ GK വരുന്നത്. GK എന്ന് വരുമ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററി, നമ്മുടെ ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളാണ് 40 മാർക്കിന് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പോലീസ് ഡ്രൈവർ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതായത് ഈ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ എക്സാമിനും കൂടി ഒരേ സമയം തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പം നല്ലൊരു അവസരമാണ്, എല്ലാ എക്സാമിനും കൂടി ഒരേ സമയം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോറായിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ പഠിച്ചെടുക്കുന്നു അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്സ് ഇവിടെയാണെങ്കിൽ 50 മാർക്കും ഇവിടെയാണെങ്കിൽ 30 മാർക്കും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതേപോലെ ബയോളജി ഇവിടെ 10 മാർക്കിനുണ്ട്, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് 10 മാർക്ക്. ഇവിടെയും അതനുസരിച്ച് 5 മാർക്ക് എടുത്ത് ബയോളജി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കോർ ഏരിയാസ് ആണ്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ GKയിൽ തന്നെ നമുക്ക് പഠിച്ച് തീർക്കാം. GK എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്ക് GKയിലുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം പോയാൽ നല്ലൊരു സ്കോർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 60-70 രീതിയിൽ സ്കോർ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യണം, മാക്സിമം നല്ലൊരു സ്കോർ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി, കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കും സർക്കാർ മേഖലയിൽ ഡ്രൈവർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ
ഇങ്ങനെ പഠിച്ച് തുടങ്ങണമെന്ന് ആലോചിക്കുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ചാണ് റൺവേ ബാച്ച് എന്ന് പറയുന്ന ബാച്ച്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ ബാച്ചിൽ ഈ എക്സാമിന് വേണ്ടി എല്ലാം നിങ്ങളെ പ്രാപ്തമാക്കുന്നു. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, GK ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ബയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നതുള്ളൂ. അപ്പോൾ ഈ ഏറ്റവും പുതിയ റൺവേ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ്, ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ എല്ലാം പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീക്ക്ലി മോഡൽ എക്സാമുകൾ ഉണ്ടാവും, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടാവും, PDF നോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രത്യേകത. ഓരോ ഡെയിലി പഠിക്കുന്ന ടോപ്പിക്കുകൾക്ക് ഡെയിലി ടാസ്കുകളുണ്ട്. Day 1, Day 2, Day 3, Day 4 അങ്ങനെ ഡെയിലി ടാസ്കുകളുണ്ട്. ആ ടാസ്കുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെയിലി ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ തരുന്നു, നിങ്ങളത് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.